الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലുള്ള 51-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. നമുക്കറിയാം, ഒരു മുഹറ മാസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ചുമരിലെ കലണ്ടറും ക്ലോക്കും അത് രണ്ടും നമുക്ക് ദിവസത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള ബോധം, അറിവ് നൽകുവാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ലോക്കും മാറിക്കൊണ്ടിരിക്കുന്ന കലണ്ടറും അത് ഓരോ മാസവും നമ്മൾ മറിച്ചു മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പേജാണ് മറിച്ചു മാറ്റുന്നത് എന്നുള്ള ഒരു ചിന്തയും ബോധവുമാണ് വിശ്വാസികളായ ആളുകൾക്കുണ്ടാകേണ്ടത്. മഹാനായ താബിഈ പണ്ഡിതൻ ഹസൻ ബസരി പറഞ്ഞത്, ഓരോ ദിവസവും ചുമരിലെ തൂക്കിയ പുതിയ കലണ്ടർ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നിന്റെ ജീവിതത്തിലെ ദിനങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. സമയത്തിൻ്റെ വിലയാണ് പ്രധാനമായത്. ഓരോ പ്രഭാതത്തിൻ്റെയും ദിവസത്തിൻ്റെയും പ്രഭാതത്തിലും ആ ദിവസം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മാമി യോമിൻ യൻഷക്കു ഫജ്റഹു ഇല്ലാ യുനാദി. ഓരോ ദിവസവും നേരം പുലരുന്നില്ല അള്ളാഹുവിൻ്റെ അടിമകളെ ആ ദിവസം വിളിച്ചിട്ടല്ലാതെ. ആ ദിവസം പറഞ്ഞു, യബ്ന ആദം അന ഖൽഖുൻ ജദീദ്, അല്ലയോ ആദമിൻ്റെ പുത്ര മനുഷ്യ, ഞാൻ ഇന്ന് നിന്റെ ജീവിതത്തിലെ പുതിയ ഒരു ദിവസമാണ്. വഅല അമലക ഷഹീദ്, ഞാൻ നിന്റെ അമലുകൾക്ക് സാക്ഷിയാണ്. ഫതസവദ് മിന്നി ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് എന്നെ നീ ഉപയോഗപ്പെടുത്തിക്കോ. ഞാൻ ഇന്ന് പോയാൽ പിന്നീട് ഖിയാമത്ത് നാൾ വരെ നിന്നിലേക്ക് തിരിച്ചു വരൂരാൻ. അതാണ് ഹസൻ ബസരി പഠിപ്പിക്കുന്ന ഒരു പാഠം.
നമ്മിൽ നിന്ന് ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ആ ദിവസമല്ല, ആ മാസമല്ല, ആ വർഷവും നമ്മിലേക്ക് ഇനി തിരിച്ചു വരൂല. അപ്പൊ കിട്ടിയതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വിശ്വാസികൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞല്ലോ, ഇതാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്, വൈകുന്നേരമായാൽ നിങ്ങൾ ആരും നേരം പുലരുമെന്ന് വിചാരിക്കണ്ട. വൈദാ അസ്ബഹത ഫലാ തൻതദിരി സ്വബാഹ് മസാ, നേരം പുലർന്നാലോ അത് വൈകുന്നേരമാകുമെന്ന് നിങ്ങൾ ആരും സ്വപ്നം കാണണ്ട. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, ആരോഗ്യമുള്ള സമയത്ത്, രോഗാവസ്ഥ വരുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള അവസ്ഥയെ പരമാവധി ചൂഷണം ചെയ്യുക. ഇതാണ് ആ ഹദീസിലുള്ളത്. വമിൻ ഹയാത്തിക ലി മൗതിക, മരണത്തിന് മുമ്പേ അള്ളാഹു നിനക്ക് നൽകിയ ജീവിതത്തെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ട് ഈ സമയത്തെക്കുറിച്ചുള്ള ഒരു ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. പറഞ്ഞതുപോലെ ഹിജറ വർഷം 1447 നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രവാചകന്റെ അറഫ പ്രസംഗത്തിൽ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12ആണ്. ആ 12 മാസങ്ങൾ നമ്മിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അത് ആകാശഭൂമികൾ സൃഷ്ടിപ്പ് ദിനം മുതൽ കാലം 12 മാസങ്ങളായി ചാക്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ വളരെ പവിത്രമാണ്. ആ മാസങ്ങൾ നമുക്കറിയാം, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം എന്നീ 4 മാസങ്ങളാണ്. അങ്ങനെ ആ മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അതിനിടയിൽ റജബും കഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ 4 മാസങ്ങൾ. ഏതായാലും ഇത് ഈ ഹിജറ വർഷത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഹിജറ വർഷം എങ്ങനെ കടന്നു വന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഭരണം നടത്തുമ്പോഴാണ് ഹിജറ വർഷം മുസ്ലിങ്ങളായ ആളുകൾ കണക്കാക്കി വന്നത്. അതിനു മുമ്പേ ഹിജറ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എണ്ണിയിട്ടുണ്ട്. നിയമപരമായി അത് നടപ്പിലാക്കിയത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ. അതിനുണ്ടായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചുരുക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്. അതായത് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാടിലെ അവധി സംബന്ധമായ ഒരു തർക്കം. ആ തർക്കം ഖലീഫ ഉമറിന്റെ മുൻപിലെത്തിയാണ്, ഭരണാധികാരിയുടെ മുമ്പിലെത്തി. ആ ഒരു വിഷയത്തിന്മേലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭരണപരമായ ഒരു തീരുമാനം എന്നുള്ള നിലക്ക് ഹിജറ വർഷം എണ്ണാൻ തുടങ്ങിയത്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്നെ ഹിജറ വർഷത്തെ കണക്കാക്കിയിരുന്നു, എണ്ണിപ്പോന്നിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഏതായാലും ഇതിനൊരു പ്രത്യേകമായ പരിഗണന കൊണ്ടുവന്നത്, നിയമപരമായി കൊണ്ടുവന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അതിന് കാരണം ഉണ്ടായത് ഞാൻ പറഞ്ഞതുപോലെ ഈ സാമ്പത്തികമായ ഇടപാടാണ്. ഏതായാലും അതിനു മുമ്പ് ഉള്ള അവസ്ഥ നമുക്കറിയാം. യമനിലെ രാജാവായിരുന്ന അബ്രഹത്ത് ക്രിസ്തുവർഷം 571 നിരവധി ആനകളോടുകൂടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ മക്കയിലെ കഅബ എന്ന് പറയുന്ന 1ാമത്തെ ഭവനം പൊളിക്കാൻ വന്ന ഒരു സംഭവമുണ്ട്. അള്ളാഹു അബാബീൽ പക്ഷികളെ കൊണ്ട് ആ ആനക്കൂട്ടത്തെ നശിപ്പിക്കുകയും ചെയ്ത സംഭവം, അതിനെ ആനക്കലഹ വർഷം എന്ന് പറയും. അപ്പൊ അതുവരെ ആളുകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആഗമനം വരെ കണക്കാക്കിയത് ആ ആനക്കലഹ വർഷത്തെയാണ്. ഈ സംഭവം കഴിഞ്ഞ് ഈ അബ്രഹത്തിനെയും കൂട്ടരെയും അള്ളാഹു നശിപ്പിച്ച്
ഏകദേശം 50 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഇത് നടന്നത് മുതൽ എണ്ണുന്ന വർഷമാണ് ശരിക്ക് ആമുൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം എന്ന്. അങ്ങനെ ആയിരുന്നു എണ്ണി കണക്കാക്കി വരുന്നത്. നമ്മൾ പറയുന്നത് പോലെ ഹിജറ വർഷം എന്ന് പറയുന്നത് പോലെ അവർ പറയുന്നത് ആമുൽ ഫീൽ എന്നായിരുന്നു. അങ്ങനെ സഹാബികൾക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ആമുൽ ഫീൽ വേണോ, അത് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ പരിഗണിച്ചു വരുന്ന ഒരു കാലം എന്നുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൂടെ എന്നുള്ള ചർച്ചകളൊക്കെ വന്നു. പല പ്രമുഖരായ സഹാബികളും ഒന്നിച്ചിരുന്ന് അവർ കാര്യങ്ങളെ വിലയിരുത്തി ചർച്ച ചെയ്ത് പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും അവർക്കിടയിൽ കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമായിക്കോട്ടെ എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു, അതെല്ലാം മരണമായിക്കോട്ടെ എന്നുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ബദർ എന്ന് പറയുന്ന ആ ബദർ യുദ്ധം, നമ്മുടെ ഹിജറ എന്ന് പറയും ബദർ 1447 എന്ന് പറഞ്ഞൂടെ എന്നുള്ള ചർച്ചകൾ വന്നു. അതൊക്കെ എന്താന്ന് ചോദിച്ചാൽ അതൊരു വ്യക്തി കേന്ദ്രീകൃതമാണ്. ഇപ്പൊ ജനനമായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്ന് പറയുന്ന വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ഏതായാലും സഹാബത്തിനിടയ്ക്ക് നടന്ന ഏകോപിപ്പിച്ച ഒരു അഭിപ്രായം അവരെടുത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയാവാം. കാരണം അതൊരു നാട്ടിൽ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണല്ലോ. അങ്ങനെയാണ് ഹിജറ വർഷം ഈ ഒരു കാലഗണനയ്ക്ക് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമാക്കിയത് എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഏതായാലും സഹോദരങ്ങളെ, നമുക്കറിയാം ആ ഹിജറ വർഷം 1447 ഇപ്പോ നമ്മളുള്ളത്. ഈ 1447 നമ്മൾ നിൽക്കുമ്പോ നമ്മൾ മുൻകാലങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റസൂലുള്ളാഹിയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനം, അത് അനുസ്മരിപ്പിക്കുകയാണ് ശരിക്കും ഓരോ ഹിജറ വർഷവും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വിശദീകരിക്കേണ്ടതില്ല. കാരണം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പ്രവാചകനും കൂട്ടരും മക്ക വിട്ട് ജനിച്ച നാട് വിട്ട് മദീന എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് അവര് ചേക്കേറുന്നത്. പലർക്കും പല വിലപ്പെട്ടതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. മദീനയിലേക്ക് ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള മദീനയെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയി താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജനിച്ച നാടിനെ വിട്ട് പോവുകയല്ല, അള്ളാഹുവിന്റെ കൃത്യമായ തീരുമാനവും ഇടപെടലും അവിടെ ഉണ്ടാവുകയും അള്ളാഹുവിന്റെ അനുമതി കിട്ടിയതിനു ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പോകുന്നതും. പോയിന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന സന്ദർഭത്തില് മക്കയുടെ അതിർ പ്രദേശത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട് സ്വഹീഹായി വന്നത്. അതെന്താ പറയാ, വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. മക്കേ, ഈ ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ മക്കയെ വിട്ട് പോകില്ലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സങ്കടത്തോടു കൂടി തിരിഞ്ഞ് മക്കയിലേക്ക് നിന്ന് പറഞ്ഞ ഒരു സംഭവം സഹാബത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഖം നോക്കി മാത്രം പോയതില്ല, മക്കയിൽ പ്രവാചകന് പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം വന്നപ്പോ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും പോകുന്നത്, സഹാബത്തും പോകുന്നത്. അതിനെ മണ്ടിപ്പോയ്ക്കല്ല, അതിനുള്ള ഒരുപാട് ഒരുക്കങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ട്. വഴി കാണിക്കാൻ ഒരാളെ ഏർപ്പാടാക്കി. പോകുന്ന വഴി സാധാരണ മദീനയിലേക്കുള്ള വഴിയല്ല, മറ്റൊരു ദിശയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തത്. അത് ഇന്ന ദിവസം എവിടെ താമസിക്കണം എന്ന് വരെ കൃത്യമായി കൊണ്ട് വിലയിരുത്തി കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയത്. ആരുമില്ലാത്ത സ്ഥലമാണ്, അവിടേക്ക് ഭക്ഷണം എത്തിക്കാൻ വരെ പ്രത്യേകമായിട്ട് ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇതിലൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. നമ്മൾ മുസ്ലിങ്ങളായ ആളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാ നിലക്കുമുള്ള ഒരു തീരുമാനവും ഒരു പ്ലാനിങ്ങും ആവശ്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്.
അങ്ങനെ ഏതായാലും അവർ പോയി. നമുക്കറിയാം മഹാനായ സുഹൈർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. അദ്ദേഹം പോകാൻ തീരുമാനിച്ചപ്പോ മക്കയിലെ ആളുകൾ പറഞ്ഞു അബൂ സലമയോട് ഭാര്യ ഉമ്മു സലമയെ കൊണ്ടുപോകാൻ പറ്റൂല, കാരണം അബൂ സലമ അവിടെ വന്ന് കല്യാണം കഴിച്ചതാണ്, നിനക്ക് പോകാം, ഞങ്ങളുടെ പെൺകുട്ടിയെ തരില്ല, കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെ ഒഴിവാക്കി ഭാര്യയെ അവിടെ ഉപേക്ഷിച്ച് അബൂ സലമ പോയി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. മഹാനായ സുഹൈബുർ റൂമി അദ്ദേഹം റോമിന്ന് വന്നിട്ട് അവിടെ താമസാക്കിയതായിരുന്നു മക്കയില്, കച്ചവടാവശ്യാർത്ഥം. ആ കച്ചവടാവശ്യാർത്ഥം വന്ന് അദ്ദേഹം കച്ചവടം ചെയ്ത് ധാരാളം സമ്പത്തും നല്ല ബിസിനസ് ആധിപത്യം സ്ഥാപിച്ച മഹാനായ സുഹൈബുർ റൂമിയോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് കച്ചവടക്കാരനായതാണ്, അനക്ക് പോകാം, നയാ പൈസ കൊണ്ടാകാൻ പറ്റില്ല, ഇവിടെ ഉള്ള ഇന്ന് ഒന്നും കൊണ്ടാകാൻ പറ്റില്ല. സുഹൈബുർ റൂമി പറഞ്ഞു, നിന്റെ താടിയത്ത് എനിക്ക് പോയിക്കൂടെ ചോദിച്ചു. അങ്ങനെ നിനക്ക് പോകാൻ പറഞ്ഞു. അദ്ദേഹം വെറും കയ്യോടെ അദ്ദേഹം ഉണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യങ്ങളെ മുഴുവനും അവിടെ ഒഴിവാക്കിയിട്ടാണ് മഹാനായ സുഹൈബുർ റൂമി പ്രവാചകന്റെ കൂടെ യാത്ര പോകുന്നത്. അദ്ദേഹം പ്രവാചകന്റെ കൂടെയല്ല, പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അദ്ദേഹം ഇങ്ങനെ പ്രവാചകന്റെ ആ കൂട്ടത്തിലേക്ക് വന്നു ചേരുകയാണ്. കാരണം പെട്ടെന്ന് പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ വെച്ച് കാണുകയാണ്. പ്രവാചകന്റെ കൂടെ അല്ലാത്ത സുഹൈബുർ റൂമിയുണ്ട്. പിന്നീട് പ്രവാചകന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ട് വരിക. ആ സമയത്തു പ്രവാചകൻ പറഞ്ഞു, റബിയൽ ബൈ, നിന്റെ കച്ചവടം വമ്പിച്ച ലാഭകരമായിട്ടുണ്ട് കേട്ടോ. അഥവാ അവിടെയുള്ളത് മുഴുവനും ഒഴിവാക്കിയിട്ട് പോരുകയാണ്. അതിനെക്കുറിച്ച് ആ പ്രവാചകൻ പറഞ്ഞത്, നിന്റെ കച്ചവടം ലാഭകരമാണ്. ഇത് ഒരു വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു നിലപാടാണ്. നമ്മൾ ഉണ്ടാക്കിയതും നമ്മുടെ ജീവിതവും നമ്മുടെ തറവാടും നമ്മുടെ സമ്പാദ്യങ്ങളുമാണ് ഏറ്റവും വലുത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. എന്താ നിങ്ങള് അള്ളാഹ് പഠിപ്പിക്കുന്ന, കുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു നമുക്ക് എന്താണോ ഏകിയത് അതേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര അടക്കി പിടിച്ചിട്ടും എത്ര സമ്പാദിച്ചിട്ടും എത്ര തന്നെ കരുതലും സെക്യൂരിറ്റി ഉണ്ടായിട്ടും കാര്യമില്ല. ഹുവ മൗലാന, അവനാകുന്നു നമ്മുടെ രക്ഷിതാവ്. വഅലല്ലാഹി ഫൽയതവക്കൽ മുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകള് കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. അങ്ങനെ ഭരമേൽപ്പിച്ചുകൊണ്ട് അവരാണ് ഇറങ്ങിപ്പോയി. അള്ളാഹു ആണല്ലോ കൽപ്പിക്കുന്നത്. ആ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഹിജറ എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ആധുനിക കാലത്തും ഹിജറയിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. വലിയ പാഠമുണ്ട്. നമുക്കും ഒരു ഹിജറ പോകാനുണ്ട്. ആ ഹിജറ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കോ, പാകിസ്ഥാനിൽ നിന്ന് പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്കോ, അവിടെ നിന്ന് മക്കയിലേക്കോ, മക്കയിൽ നിന്ന് മദീനയിലേക്കോ അല്ല. മറിച്ച് ആ ഹിജറ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കാൽപാദങ്ങൾ കൊണ്ടുള്ള ഹിജറയല്ല. ആ ഹിജറ യഥാർത്ഥത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമാണ്. ആ ഹിജറയാണ് ഇനി നമുക്കൊക്കെ ആവശ്യമായി വരുന്നത്. നമുക്കറിയാം, തിന്മയിൽ നിന്ന് നന്മയുടെ ഒരു തുരുത്തിലേക്ക് മാനസികമായി ഹിജറ പോകാൻ നമ്മൾ തയ്യാറ് എടുക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്ന് ഖുർആനിലേക്കും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സജ്ജയിലേക്കുമുള്ള ഒരു ഹിജറ, ആ ഹിജറ നടത്തലാണ് വിശ്വാസികൾക്ക് ഏറ്റവും അഭികാമ്യമായി കൊണ്ടുള്ളത്. അവസാനം നമുക്കറിയാം, നാം കെട്ടിയുണ്ടാക്കിയ മണിമാളികകളെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് 6 അടി മണ്ണാകുന്ന ആ മണ്ണിന്റെ കവാടത്തിലേക്ക് ഒരു ഹിജറ പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. അത് നമ്മൾ പോണ്ട, നമ്മളെ കൊണ്ടേക്കോളും. അത് വലിയ പരിവാരങ്ങളോടുകൂടി അനുഗമിക്കാനും അകമ്പടി സേവിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, ബന്ധുക്കൾ ഉണ്ടാകും, നാട്ടുകാരും കൂട്ടുകാരെല്ലാവരും ഉണ്ടാകും. അവര് ഗേറ്റിലാക്കി കബറിലാക്കി കണ്ട് തിരിച്ചിട്ട് പോരും. എന്നിട്ട് പറഞ്ഞു, പോയിക്കോ, ഞങ്ങൾക്ക് പോരാൻ പറ്റൂല. അവിടെയാണ് ഈ ഹിജറയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ പോകാനുള്ളത്
നമ്മൾ ഒറ്റക്കാണ്. ഒരു വിദേശത്തേക്ക് പോകുമ്പോ എയർപോർട്ടിൽ വരെ നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ടാവും. ലഗേജും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ തരും. എയർപോർട്ടിന് ഗേറ്റിലെത്തിയാൽ പറയും, ഇനി ഇജ്ജ് പോയിക്കോട്ടെ, ബോർഡിംഗ് പാസ് കിട്ടിയാൽ വിളിച്ചോണ്ടി, ഞങ്ങൾ പോകാം അല്ലേ. ഇത് ബോർഡിംഗ് പാസ് കിട്ടിയാൽ വിളിക്കാനൊന്നുമില്ല, ബോർഡിംഗ് പാസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഖബർക്കണ്ട് എത്തിയാൽ മതി. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മളെ കൊണ്ടുപോകലൊക്കെ നമ്മൾ പിന്നെ ഉള്ളത് എയറില അല്ലേ. ആ ഒരു എയറിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അവസ്ഥ എന്താകും എന്ന് ആലോചിക്കാനാവണം. മഹാനായ ഹസൻ ബസരി പറഞ്ഞ ആ ഉദാഹരണം ഞാൻ ഇവിടെ എടുത്തിട്ടത്, ഓരോ ദിവസവും നമ്മളോട് വന്ന് പറയുന്നു, ഞാൻ നിന്റെ ജീവിതത്തിലെ പുതിയ ദിവസമാണ്. അഥവാ ഇന്ന് എന്ന് പറയുന്ന ഈ വെള്ളിയാഴ്ച നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയാൽ പിന്നീട് ഖിയാമത്ത് നാൾ വരെ ദിവസം നമ്മിലേക്ക് ഇനി തിരിച്ചു വരൂല. ഈ വെള്ളിയില്ല, പോയത് പോയി. അപ്പോ അങ്ങനെയുള്ള സമയങ്ങളെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കാനുള്ള സഹോദരങ്ങളെ. പ്രത്യേകിച്ചും വർത്തമാന കാലഘട്ടത്തിൽ നമുക്കറിയാം, സ്വന്തം മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വലിയ പ്രതീക്ഷ വെച്ച് വോട്ട് ചെയ്ത് പറഞ്ഞയച്ച് നമുക്ക് സംരക്ഷകരാകുമെന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ മേൽ വാളും അതേ പ്രകാരം പരിചയമോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ നമുക്കറിയാം. പോയ വാരത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളൊക്കെ, എന്റെ ദീൻ അനുവദിക്കാത്തൊരു വിഷയവുമായി ഞാൻ സഹകരിക്കില്ല എന്ന് പറഞ്ഞ ഒരു സഹോദരനെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് പുറത്തു നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഞാൻ അവിടെയാ പറയുന്നത്, രാജാവേ അങ്ങനക്കനാണ് എന്നൊരാൾ വിളിച്ചു പറഞ്ഞാൽ ആ വിളിച്ചു പറഞ്ഞ വ്യക്തിയെ താലിബാനിലെ ജിഹാദിയായിക്കൊണ്ടും അതേപ്രകാരം തീവ്രവാദിയായിക്കൊണ്ടും ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവനായിക്കൊണ്ടും കുട്ടികളുടെ മക്കളുടെ അവരുടെ വ്യായാമത്തിനും അവരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനും വിഘാതം നിൽക്കുന്നവനായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം. ദീനുള്ള ഒരാൾക്ക് ആ വിഷയം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇതിനോടൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് വിശദീകരിച്ച സമയം ഒരുപാടായി പോവും. അപ്പൊ എനിക്ക് എന്റെ വിശ്വാസം, ആ വിശ്വാസമാണ് എന്റെ ജീവിതം എന്ന് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവസാനം ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ഒരാൾക്ക് മതമനുസരിച്ച് ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഒരു തീക്കട്ടമ്മൽ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഏത് കാലത്ത് മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണ പറഞ്ഞത്. അതെന്താ? ഒരു വിറകിന്റെ കൊള്ളി, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിറകിന്റെ കൊള്ളിമല് എത്ര നേരം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? ഇതുപോലുള്ളൊരു കാലഘട്ടം വരും. ഇവിടെയൊക്കെ നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകനെയും സഹാബത്തിനെയും സ്വന്തം നാടും വീടും കുടുംബങ്ങളെയും ബിസിനസ്സുകളെയും സ്വത്തും മുതലും ഒഴിവാക്കിയിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞപ്പോ, തൽക്കാലം ഞാൻ സ്വത്തും മുതലും എന്റെ കുടുംബവും എന്റെ നാടും ഒഴിവാക്കി പോകാൻ തയ്യാറല്ല എന്നല്ല സഹാബത്ത് പറഞ്ഞത്. അല്ല പോകാൻ പറഞ്ഞു, അവര് പോയി. അവർ പോവുക ചെയ്തത്. അതാണ് ആ ഒരു ഈമാനും ആ ഒരു വിശ്വാസവും സഹോദരങ്ങളെ, അതാണ് നമുക്കുണ്ടാവേണ്ടത്. അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം അഅലമു ദറജതൻ ഇൻദല്ലാഹ് വഉലൈക ഹുമുൽ ഫായിസൂൻ. അല്ലാഹു പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 20-ാമത്തെ ആയത്തില് എന്താ? വിശ്വസിക്കുകയും ഹിജറ പോവുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരം നടത്തുകയും ചെയ്തവർ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ പദവിയിൽ ഏറ്റവും മഹത്തായവരാണ്, അക്കൂട്ടരാകുന്ന വിജയികളാകുന്ന ആളുകൾ എന്നാണ്. അപ്പൊ സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ടൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആ ഈമാൻ, അടിയുറച്ച ഈമാനോട് കൂടി മുന്നോട്ട് പോകാൻ പ്രചോദനമാകട്ടെ ഈ ഹിജറ വർഷം എന്നാണ് എന്റെ സഹോദരങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ നല്ല കരുത്തുറ്റ ഈമാനോട് കൂടി ജീവിക്കാനും അതിനു വേണ്ടി തന്നെ മരണപ്പെടാനും
ആ രീതിയിൽ ജീവിച്ചു മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് ഹിജ്റ വർഷത്തിൻ്റെ തുടക്കം, അതിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ചില ഏടുകൾ മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നാം ഓർക്കുന്ന മറ്റൊരു മഹാസംഭവമാണ് മഹാനായ മൂസാ നബിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ യഹൂദികളായ ആളുകൾ മുഹറം 10 നോമ്പെടുക്കുന്നത് കണ്ടു. പ്രവാചകൻ ചോദിച്ചു, മഹാദ, എന്താണിത് എന്ന് ചോദിച്ചപ്പോൾ കാലു ഹാദാ യൗമുൻ സാലിഹ്. ആ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ദിവസമായിരുന്നു എന്ന്. ഹാദാ യൗമുൻ, ആളുകൾ മൂസാ നബിയുടെ അനുയായികൾക്ക് അവർ മനസ്സിലാക്കിയ ചരിത്രം അങ്ങനെയാണ്. അന്ന് മദീനയിലേക്ക് വരുമ്പോൾ പ്രവാചകനോട് അവർ പറയുന്നത് നല്ലൊരു ദിവസമാണെന്ന്. എങ്ങനെ നല്ല ദിവസമാകും? പ്രവാചകൻ ചോദിക്കുകയാണ്, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബനു ഇസ്രായേലിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച മാസമാണ്. ഫസ്വാമഹു മൂസ, ഈ ദിവസം മൂസ നോമ്പെടുത്തിരുന്നു. കാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അഹഖു ബി മൂസ, ഞാനാണ് മൂസയോട് ഏറ്റവും അടുത്തവൻ, അഥവാ മൂസയുടെ പരമ്പരയിലാണ് ഞാനുള്ളത്, ആ ഒരു വിശ്വാസത്തിലാണ് ഞാനുള്ളത്, ആ ഒരു ചര്യയിലാണ് ഞാനുള്ളത്, അതാണ് എന്റെയും മാർഗം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും വഅമറ ബിസിയാമിഹി, പ്രവാചകൻ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഹറം 9, 10 എന്ന് പറഞ്ഞ 2 നോമ്പ് റമദാനിന് ശേഷം ഏറ്റവും അഫ്ദലായ ഒരു നോമ്പായിക്കൊണ്ട് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അഫ്ദലു സിയാമി ബഅദ റമദാൻ, റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറത്തിലെ നോമ്പാണ്. വഅഫ്ദലു സ്വലാത്ത് ബഅദൽ ഫരീദ, സ്വലാത്തുൽ ലൈൽ, പ്രവാചകൻ പഠിപ്പിച്ചു നിർബന്ധ നമസ്കാരങ്ങൾ കൂടാതെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടകരമായ നിസ്കാരം അത് രാത്രി നമസ്കാരമാണ്. റമദാനിൽ നമ്മൾ നിർവഹിക്കുന്ന ഖിയാമുൽ ലൈൽ, അല്ലാത്ത സമയത്ത് നമ്മൾ നിർവഹിക്കുന്ന ആ തഹജ്ജുദ് ഉണ്ടല്ലോ, ആ നമസ്കാരമാണ് ആ സൂചിപ്പിച്ചത്. ഏതായാലും സഹോദരങ്ങളെ, മുഹറം 9, 10 നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ ഇവിടെ ചെറിയൊരു സംശയം ആളുകൾക്കിടയിൽ വരുന്നത് എന്താന്ന് ചോദിച്ചാല് മുഹറം 9, 10 എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളൊരു മറുപടി എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം 29 മാസം കാണാത്തതിനാൽ ദുൽഹജ്ജ് മാസം 30 പൂർത്തിയാക്കി ജൂൺ 28 ശനിയാഴ്ച മുഹറം 1 നമ്മൾ പ്രവേശിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. ഞായറാഴ്ച ശനിയാഴ്ച ഒന്നും മാസപ്പിറവി കണ്ട ഒരു വിവരമല്ല. പിന്നെ ഏതോ ഒരു വളപട്ടണത്ത് ആരോ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാരെയാണ് പിന്നീട് ഈ മുഹറം മാസം കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. സത്യത്തില് 2 ദിവസം കഴിഞ്ഞിട്ടല്ല മാസപ്പിറവി കാണേണ്ടത്. അപ്പൊ ഇതിൽ എന്തോ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അത് പ്രകാരം നമ്മൾ മാസപ്പിറവി എന്ത് ചെയ്തു? ദുൽഹജ്ജ് 30 പൂർത്തിയാക്കി ശനിയാഴ്ച 1 എന്ന് പ്രഖ്യാപിച്ചു. ആ ശനിയാഴ്ച കഴിഞ്ഞ നാളെ 8 9 ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച 10. അപ്പൊ ചോദിക്കും, ഗൾഫിൽ അങ്ങനെയല്ലല്ലോ എന്ന്. അതൊക്കെ വിശദീകരിക്കാൻ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ നോക്കണം, ഇവിടെ എന്തോ ചില സംഭവങ്ങൾ എന്ന് വെച്ചാൽ ദുൽഹജ്ജ് 29 കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി മുഹറം 1 ചിലർ പരിഗണിച്ചത് ശരിക്കും പ്രമാണ വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ടീമിന് എന്തുള്ളൂ? ദുൽഹജ്ജ് 28 ഉണ്ടായിട്ടുള്ളൂ. ദുൽഹജ്ജ് 28. അപ്പോ ഇതിലെ കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അറബി മാസം ഒരിക്കലും 28 വരൂല, 29 അല്ലെങ്കിൽ 30. അപ്പൊ മുഹറം മാസം 1 എല്ലാവരും ആദ്യം എടുത്ത തീരുമാനം മാസപ്പിറവി എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ശനിയാഴ്ചയാണ്
1 എന്ന് പറയുകയും പിന്നീട് അത് കായൽ പട്ടണത്ത്, പലപട്ടണത്തല്ല കായൽ പട്ടണത്ത് എന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമസ്തയിലെ ഒരു വിഭാഗമാണ് ആദ്യമായിട്ട് മാറുന്നത്. എന്നാൽ അവിടെ എന്തെങ്കിലും ഒരു മുഷാവറ, സാധാരണ അങ്ങനെ ഉണ്ടാകും. ഒരു മാസപ്പിറവി കണ്ടാൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട സംഘടനകൾ വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. കാദിമാരോട് പറയും, ഇന്ന സ്ഥലത്ത് മാസപ്പിറവി കണ്ടതാണ് റിപ്പോർട്ടുണ്ട്. ഇതൊന്നും ഉണ്ടാകാതെ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് പത്രത്തിൽ ചെയ്തത്. അപ്പൊ എവിടെങ്കിലുമൊക്കെ അങ്ങനെ ഒന്ന് മുഴച്ചു നിൽക്കാഞ്ഞാല് അത് ചെറിയ പ്രയാസമാകും എന്നുള്ള നിലക്കായിരിക്കാം ഒരു പക്ഷെ. എന്തുകൊണ്ട് അള്ളാഹു ആയാലും ഇനി കണ്ടുകണമെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു. മുസ്ലിം സംഘടനകളുടെ അന്നനെ വരെ പറഞ്ഞിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ടതല്ലല്ലോ തെളിവ്. അപ്പൊ ഇവിടെ നമ്മൾ മാസപ്പിറവിയെ പിന്നെ ചില ആളുകൾ പറയുന്നത് വെച്ചാല് അത് മുഹറത്തിൽ ഞങ്ങൾ അങ്ങനെ നോക്കലില്ല ഒക്കെ. ശരിക്ക് അതല്ല, മുഹറം ശരിക്ക് നോക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ഹിലാല് കണ്ടത് മുതൽ എണ്ണി കണക്കാക്കണമെന്നും എന്നിട്ട് 9 നോമ്പെടുക്കണം, ഇതാണ് പ്രവാചക ശരിയ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ മാസപ്പിറവി തന്നെയാണ് വിശ്വാസികളായ ആളുകളുടെ മാനദണ്ഡം. ഇതൊക്കെ എവിടെ വരണമെന്ന് ചോദിച്ചാല് ഞങ്ങൾ അത് നോക്കലില്ല, ഞങ്ങൾ പെരുന്നാക്കും നോമ്പിനും മാത്രമേ നോക്കുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം. ആ പ്രശ്നത്തെ പരിഹരിക്കാനാണ് നമുക്കറിയാം നമ്മൾ കൃത്യമായിക്കൊണ്ട് ഓരോ മാസവും ഇന്ന സ്ഥലത്ത് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുഹറം 1 ദുൽഖഅദ് 1 ദുൽഹജ്ജ് 1 റമദാൻ 1 എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാം, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഹക്ക് എവിടെയാണോ അവിടെ നിൽക്കാം. അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകളും അതുപോലെയുള്ള സംഭവങ്ങളൊന്നും മുസ്ലിം സമുദായത്തിന് ഒരിക്കലും ഗുണകരമല്ല. ഏകോപിച്ച് തീരുമാനമെടുക്കാനും പ്രമാണങ്ങളിലേക്ക് മടങ്ങാനുമുള്ള സൽബുദ്ധി അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങളെ അള്ളാഹു മാറ്റി ഐശ്വര്യപൂർണമായ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു എന്തൊരു കാര്യത്തിനാണോ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആ കാര്യങ്ങൾ, ആ മുറാദുകൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹിയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ ആഇസിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.